ഹായ്, ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. നമ്മുടെ ഗിവ് അവേ 2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ ഇയറോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 5-ാം തീയതിയാണ് സാരിയുടെ ഗിവ് അവേ വരുന്നത്. അതുപോലെ 10-ാം തീയതിയാണ് ചുരിദാറിൻ്റെ ഗിവ് അവേ വരുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ആ ഒരു ചാൻസ് മിസ് ചെയ്യാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുക. ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഒത്തിരി ലെങ്തി ഒന്നല്ല. അപ്പോൾ ആ സാരിയും അതുപോലെ ചുരിദാർ മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും അതുപോലെ സ്ക്രീൻഷോട്ട് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ അത് കിട്ടുക. ആർക്കാ കിട്ടണേന്ന് അറിയില്ല. നമുക്ക് ഇനിയിപ്പോൾ ദിവസങ്ങളില്ല. ഇന്നിപ്പോൾ 4-ാം തീയതി ആയി. നാളെയാണ് സാരിയുടെ പറഞ്ഞത്. അപ്പോൾ അധികം വൈകാതെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 180 റുപ്പീസിൻ്റെ സാരീസിൻ്റെ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ സാരിയുടെ മെറ്റീരിയൽസൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ചും ആ ഇടുന്ന ഒരു മെറ്റീരിയൽ ആ ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ. ആ കളറും ആ ഡിസൈനും ഒറ്റ പീസായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടില്ല. പിന്നെ നമുക്ക് ആ റേറ്റിൽ വേറെ ഐറ്റംസേ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമ്പറിലേക്ക് ഞാൻ വാട്സപ്പ് നമ്പർ തന്നേക്കാം, കമൻറ്റ് ബോക്സിലുണ്ടാവും. അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, മറന്നു പോകാതിരിക്കുക. അതുപോലെ 5 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. 160 രൂപയ്ക്കാണ് തരണത്. ഓക്കെ. അപ്പോൾ സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അത് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സിംഗിൾ പീസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5 പീസായിട്ടായാലും എടുക്കാം. ഇപ്പോൾ ബി.എഡിന് പോകുന്ന കുട്ടികൾക്കായാലും ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന സാരി എടുത്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 180 റുപ്പീസിനൊക്കെ സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും കർക്കിടകക്കിഴവ്, ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുന്ന നേരത്ത് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ റേറ്റ് കുറച്ച് നമുക്ക് കടകളിൽ ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കിട്ടുകയുള്ളൂ. അല്ലാതെ കിട്ടില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസൊക്കെ തന്നെ ഈ റേറ്റിൽ കിട്ടുന്നതിൻ്റെ കാരണം നമ്മളത് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് സെറ്റ് ചെയ്ത് വാങ്ങുന്നതുകൊണ്ടാണ്. അതിന് ക്വാളിറ്റി കുറവുള്ളതുകൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ പറയുകയാണെന്നുണ്ടെങ്കിൽ, മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് തരുകയല്ല, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കളേഴ്സും അതുപോലെ ഞാൻ പിക്ചേഴ്സ് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. അതും ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒത്തിരി ബൾക്കായിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആവും, എങ്ങനെ വരുമെന്ന് അറിയില്ലാത്തതുകൊണ്ട്, കുറച്ച് പേടിയുള്ളത് കൊണ്ട് അധികം എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് വേണം എനിക്ക് പുതിയ ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഞാൻ പറഞ്ഞ മാതിരി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതാണ് എനിക്കുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.